ഹായ് ഓൾ, അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണം, പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം ചിലപ്പോൾ അതിനൊരു സക്സസ് പെട്ടെന്ന് വരാത്തതായിരിക്കാം. അങ്ങനെ പെട്ടെന്ന് സക്സസ് വരാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് മഷ്റൂം ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ കൊടുത്തു വിടുന്നത് ഇത് വന്നിട്ട് ബേബി കോണാണ് കേട്ടോ. നന്നായിരിക്കും, കുട്ടികൾക്ക് കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വെജിറ്റബിൾസും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ഹയാൻകുട്ടന് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഒരു ഗ്ലാസ് പാൽ കൊണ്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. Not that quick, but I can still solve. Sure. So I'm going to share my screen. Okay. Add 15 and 1. Yes. And What will do you be get? നമ്മുടെ ഹയാൻകുട്ടൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലെ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന നീലകണ്ഠ ക്രിയേറ്റ് ചെയ്ത ബാൻസോ എന്ന് പറഞ്ഞ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മാത്സിൽ നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിൽ ട്രിക്സും പിന്നെ കുട്ടികൾക്ക് ഒരു മടുപ്പും വരാത്ത രീതിയിൽ ഫണ്ണായിട്ടാണ് കേട്ടോ ടീച്ചേഴ്സ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. പൊതുവെ കുട്ടികൾക്ക് മാത്സ് ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ ഈ ക്ലാസ് ഉണ്ടല്ലോ, മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റോടുകൂടെ അവരിയ്ക്കുന്നുണ്ട്. ടീച്ചേഴ്സായിട്ട് നല്ലൊരു ഇൻട്രാക്ഷനാണ് കേട്ടോ ഇവർക്കുള്ളത്. നമ്മൾ മുമ്പുണ്ടല്ലോ റനക്കുട്ടിക്ക് ഈ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ 100 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. സേഫ് ലിങ്കാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയറി നോക്കിയിട്ട് ഫ്രീ ട്രയൽ ഒന്ന് കൊടുത്തു നോക്കും. മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഞാൻ ഉറപ്പ് തരാം. അത്രയ്ക്കും നല്ല രീതിക്കാണ് കേട്ടോ അവർ ക്ലാസ് എടുക്കുന്നത്. മാത്സ് ഇതുവരെ ഇഷ്ടമില്ലാത്ത കുട്ടികളെ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിലൊന്ന് കയറിയിട്ട് ആ ഒരു ഫ്രീ ട്രയൽ എടുത്ത് നോക്കിട്ടാ. For the next time. Thank you so much. Bye bye. Thank you. അപ്പോഴേക്ക് ഇതേ ഞാൻ നമ്മുടെ കറികൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഷ്റൂം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, പിന്നെ ഇതേ 2 പച്ചമുളക്, പിന്നെ ഗാർലിക്കും കൂടി ഇട്ടിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിട്ട് ഞാനിതേ അരി എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ബാസ്മതി റൈസിലാണ് കേട്ടോ വെക്കുന്നത്. എൻ്റെ കയ്യിൽ ബിരിയാണി അരി ഇല്ല. അപ്പോൾ പിന്നെ ബാസ്മതി റൈസിലാവുമ്പോൾ കുറച്ചും കൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വാഷ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിരാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതേ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള മസാല റെഡിയാക്കലാണ്. ഒരു ചെറിയ കപ്പിൽ നെയ്യ്, അതേപോലെ ഒരു ചെറിയ കപ്പിൽ ഓയിൽ, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ഓടി വന്നിട്ട് ഞാനിതേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബേബി കോൺ ഇവിടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ, എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ സ്പ്രൗട്ട്സ് ഒക്കെ കഴിക്കുന്ന പോലെയെന്ന് വേണമെങ്കിൽ പറയാം. അത് വേവിക്കാനിട്ടിട്ട് വേഗം ഞാനിതേ ഇപ്പുറത്ത് നമ്മുടെ എണ്ണ ചൂടായി എന്ന് പറഞ്ഞിട്ട് ഉള്ളി ഇട്ടതാണ്. നോക്കുമ്പോൾ ഗ്യാസ് തീർന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കറണ്ട് അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മഷ്റൂംസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മഷ്റൂംസിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും എനിക്ക് നല്ല ഗതികെട്ടൊരു ദിവസമാണെന്ന് വേണം പറയാൻ. കറണ്ടും പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഗ്യാസ് കുറ്റി മാറ്റിയിട്ട് ചെറിയ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയിലേക്ക് എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറണ്ട് വന്നപ്പോൾ പിന്നെ വേഗം ഞാൻ കറണ്ട് അടുപ്പിലേക്ക് മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 പാത്രം വെള്ളമാണ് വെക്കേണ്ടത്. ഞാൻ കുറച്ച് സ്ലൈമി ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നവർക്ക് സ്കൂളിൽ പോയാലും കഴിക്കാൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു.
അതവിടെ വേകുന്ന ടൈമിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിത് ഒരു ഹാഫ് ബീട്രൂട്ടാണ് എടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാലഡാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് തുടച്ചുകൊണ്ടിരിക്കണേ. പിന്നെ അതിന് ശേഷം ഇതേ കുക്കുമ്പറും കൂടെ എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തു. പിന്നെ ഒരു മാങ്ങയും കൂടെ എടുത്തിട്ടുള്ളത്. നല്ല ഒരു എരിവും മധുരവും പുളിപ്പും എല്ലാം കൂടിയുള്ള അടിപൊളി ഒരു സാലഡാണ്. ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വലിയ ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഞാൻ സാധാരണ ഇടുക, പക്ഷെ അതില്ലാത്തതുകൊണ്ട് മുളക് ഇട്ട് കൊടുത്തു. സാലഡിൽ മുളക് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, അതും കൂടെ തിന്നുമ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ നോക്കി വേണം തിന്നാൻ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കാറില്ലേ രാവിലെ എങ്ങനെ എല്ലാം കൂടി ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്? ഒരു ചെറിയ ഗ്യാപ്പും കൂടി ഇല്ലാതെ ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാൽക്കുലേഷൻ വെക്കും, എന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടും ചില സമയം നേരം വൈകാറുണ്ട്. പിന്നെ അതേ നമ്മൾ നല്ല കട്ട തൈര് ഉണ്ടാവില്ലേ, നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെ മതി, ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല. എന്നിട്ട് അത് തൈര് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇടാം. ഞാൻ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. ആവശ്യമൊന്നുമില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ബേബി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബേബി കുട്ടിയും കൂടെ എണീറ്റിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ചീസ് ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ചീസ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്, മല്ലിയില കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ബേബി കോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇടയിൽ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ അപ്പോഴേക്കും ഇതേ ഇവിടെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് സ്ലൈമി ആയിട്ടാണ് ഉണ്ടാക്കുക. ഏറ്റവും ലാസ്റ്റ് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ്. ഇനിയിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ പെട്ടെന്ന് ഞാൻ ടിഫൻ ബോക്സ് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. മിക്ക സമയത്തും നമുക്ക് തുടയ്ക്കാൻ പറ്റാറില്ല, എങ്കിലും ഇന്ന് പെട്ടെന്ന് വേഗം വന്ന് ഇടയിൽ കൂടെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം വിളമ്പാനുള്ള സംഭവങ്ങളൊക്കെ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ സെൻറ്ററിലുള്ള ടേബിളിലാണ് നമ്മളെല്ലാം ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ കാണാനും വേണ്ടിയിട്ട്. നമ്മൾ ഫുഡൊക്കെ ഒരു ഭംഗിയിൽ അറേഞ്ച് ചെയ്ത്, ഈ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, ഫുഡൊക്കെ ഇങ്ങനെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് തരുമ്പോൾ അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരിക്കില്ല. അതേപോലെ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ റനക്കുട്ടിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇതിലുള്ള ക്യാപ്സിക്കൊക്കെ അവൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ക്യാപ്സിക്കം ഇട്ടതാണ്. പിന്നെ ഇതേ സിലിക്കോൺ കപ്സൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ ചാമ്പയാണ് കുട്ടികൾക്ക് ഫ്രൂട്ട്സിൽ വെച്ച് കൊടുക്കുന്നത്. അവരുടെ സ്കൂളിൽ ഫ്രൂട്ട്സ്, വെജീസ്, നട്ട്സ്, ബേക്കറി സാധനങ്ങളെക്കാളും ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. ബേക്കറി സാധനം ഒരു ദിവസം കൊടുത്തുവിട്ട് രണ്ടാമത്തെ ദിവസം കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ടീച്ചർ വിളിച്ചിട്ട് അത് കൊടുക്കണ്ടെന്ന് പറയും. ഓരോ സ്കൂളിലും ഓരോ റൂൾസ് അല്ലേ ഉണ്ടാവുക. പിന്നെ ഇതേ ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ലൈഫിൽ സക്സസ് ആവാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിക്ക് പറയാണ്. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹത്തിന് നല്ലോണം വിശപ്പുണ്ട്. അപ്പോൾ സിംഹം വന്നിട്ട് വേട്ടയാടാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു മുയലിനെ കണ്ടു. അപ്പോൾ ഈ മുയലിനെ വേട്ടയാടാനും വേണ്ടിയിട്ട് പോയതും മുയൽ സിംഹത്തിനെ കണ്ടതും ഓട്ടോമാറ്റിക്കലി മുയൽ എന്താ ചെയ്യുക, ഞാൻ മാറി പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ, മുയൽ ഓടും, അതിൻ്റെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയിട്ട് ഓടും. സിംഹവും ഓടും. ഈ രണ്ട് പേരിൻ്റെ ഓട്ടത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് ഒരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഓടുന്നത്, മറ്റേ ആൾ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓട്ടത്തിൽ എവിടെയെങ്കിലും പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് കഴിഞ്ഞു, ലൈഫ് അതോടെ കഴിഞ്ഞു, പിന്നെ എന്ത് ലൈഫ് ലോങ്, ജീവിതം തന്നെ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയും അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടെ ഓടുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു എഫേർട്ട് എടുക്കുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും മുയൽ തന്നെയായിരിക്കും. സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം പട്ടിണി നടന്നാലും മരിച്ചു പോവില്ല. അതല്ലെങ്കിൽ ഈ മുയൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് പോയി വേട്ടയാടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ പോലെ ഓടണം? ഒരു നേരത്തിന് വേണ്ടി കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന സിംഹത്തിനെ പോലെയാണോ? അതല്ല, ഇത് കഴിഞ്ഞാൽ എനിക്ക് ജീവിതമേ ഇല്ല എന്ന് ചിന്തിച്ച് ഓടുന്ന പോലെയുള്ള മുയലിനെ പോലെ ആയിരിക്കണോ? തീർച്ചയായിട്ടും മുയലിനെ പോലെ ഓടുക, മുയലിനെ പോലെ, അതായത് അതുപോലെ ഇത് കഴിഞ്ഞ് എനിക്കിനി പറ്റില്ല, എനിക്ക് കിട്ടിയേ തീരൂ, എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന രീതിക്ക് നിങ്ങൾ ഹാർഡ് വർക്കും എഫേർട്ടും നിങ്ങളുടെ ലൈഫിൽ ഇട്ടുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് നിങ്ങളെ തേടി വരും. അത് മേ ബി 1-2 ദിവസം വൈകാം, അല്ലെങ്കിൽ 1-2 വർഷം വൈകാം. എത്രത്തോളം വൈകുന്നോ അത്രത്തോളം
നിങ്ങളുടെ സക്സസ് വലുതായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. വലിയൊരു സക്സസ് തരണം എന്നുണ്ടെങ്കിൽ അതിന് അർഹരായിരിക്കണം അല്ലേ? ആ സ്പീഡിൽ നിങ്ങൾ ഓടുക, തീർച്ചയായിട്ടും നിങ്ങളെ വിജയം തേടിയെത്തും. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, സിലു റെസ്റ്റ് എടുക്കണം, നീ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുകയുള്ളൂ. ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ ഈ നിലയ്ക്കാത്ത ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യങ്ങൾ വലുതാണ്. എനിക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ വായിൽ സ്വർണ്ണ സ്പൂണും ആയിട്ട് ജനിച്ച ഒരാളൊന്നുമല്ല. ഇതെല്ലാം തന്നെ നമ്മൾ ഓരോ കാര്യമായിട്ട് നേടിയെടുത്താണ്. ഈ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. എനിക്ക് ഒരുപാട് വിഷൻസ് ഉണ്ട്. ഞാനൊരാൾ പെണ്ണായതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാറ്റി നിർത്തുന്ന, അതിനൊക്കെ ആണുങ്ങളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ പെണ്ണായിക്കൊണ്ടും ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം ഈ സമൂഹത്തിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലീനെയും എനിക്ക് നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകണം. പുറത്ത് നമ്മൾ എന്തെങ്കിലും പേരെടുത്തിട്ടോ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഫാമിലീനെ ആദ്യം ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്നെ ഓർക്കാൻ ഒരുപാട് പേരുണ്ടാവണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ടാവണം, നല്ല രീതിയിൽ നമ്മളെ ഓർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ യൗവനമാണ്. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സുഖമില്ലാതായിട്ടുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പം മാക്സിമം ഉറക്കം കളയാതെയും അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കാതെയും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ത്യാഗം ചെയ്ത് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് സാധാരണ ഒരു മനുഷ്യനേക്കാളും വലുതായിട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അവർ നേടിയെടുത്തു എന്ന് ചരിത്രങ്ങളിൽ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് ഞാനൊരു ചെയ്ത പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി പാത്രം ഇതൊന്ന് എടുത്തിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കൈ അതിൻ്റെ പുറത്തിൽ കൂടെ പോയപ്പോഴാണ് എന്താ ചൂട് നോക്കിയപ്പോൾ ഓഫാക്കിയിട്ടില്ല എന്ന് മനസ്സിലായത്. പിന്നെ വേഗം പോയി ഓഫാക്കിയായിരുന്നു. അങ്ങനെ മക്കളൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ ഓരോ ബോക്സായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോക്സ് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനത്തെ പാത്രങ്ങൾ അടിയിൽ വെള്ളം കയറാൻ പറ്റൂല, ഇത് കെറ്റിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ കഴുകി വയ്ക്കുകയാണ്. പിന്നെ ഇതൊക്കെ ബാക്കിയുള്ള പാത്രം കഴുകലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ താത്ത വന്നിട്ട് താത്ത ചെയ്യും കേട്ടോ. അതുകൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണ്. എങ്കിൽ പോലും എനിക്ക് എൻ്റേതായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു മീ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം കുറേ ആയിട്ട് നമുക്കില്ല. കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നാഷ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും. അത് കഴിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. ഹാപ്പി സ്മൈൽ. അപ്പോൾ അതേ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഇച്ചിരി ബേബിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. പക്ഷേ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് കുറച്ച് ഷോളുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും പുറത്ത് പോലും വീഡിയോ ഷൂട്ടൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഷോളുകൾ കുറേ ഇങ്ങനെ മാറി എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഒരു വാഷിംഗ് മെഷീനിൽ തലേ ദിവസം ഞാൻ അലക്കാനായിട്ട് ഇട്ടിരുന്നതാണ് കേട്ടോ, ഇന്നിട്ടതല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കാനിടാന്ന് പറഞ്ഞിട്ട് ഉണക്കാനിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് പോകുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ തുണികളൊക്കെ ഉണക്കാനിടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മാസത്തോളമായി എനിക്ക് തീരെ സുഖമില്ലാതായി. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നെയും ഹോസ്പിറ്റലിൽ 2 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കുള്ള ശ്വാസം മുട്ടലും ചുമയും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് ലാസിമ, കുറേ ആയുർവേദിക് മരുന്നൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ അത് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കഫമൊക്കെ ഇളകുമല്ലോ. പക്ഷേ 2 ദിവസം ഇളകിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് നിന്നു. പിന്നെയും ശ്വാസം മുട്ടൽ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു. അതിന് ശേഷം വീണ്ടും വേറെ ഡോക്ടറെ അടുത്ത് പോയി. ഏറ്റവും അവസാനം ഡോക്ടർ പറഞ്ഞു നിർബന്ധമായിട്ടും നെബുലൈസേഷൻ ചെയ്യണം, നല്ലോണം ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ സംസാരിക്കാൻ പോലും വായി തുറക്കാൻ പറ്റില്ല, അങ്ങനെ ചുമ വരും കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് നിർത്തിയിട്ട് ചുമയ്ക്കാൻ ഗ്യാപ്പ്, എന്താ പറയുക, ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്താണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതേ അടുത്ത ട്രിപ്പ് അലക്കാനിടാനും വേണ്ടിയിട്ട് അപ്പുറത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു. അത് വന്നിട്ട് ഒരു 10-12 കൊല്ലം പഴക്കമുള്ള വാഷിംഗ് മെഷീനാണ് കേട്ടോ, LGൻ്റെ. ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നൊന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലും വെള്ള തുണികളൊക്കെ ഇതിലാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അങ്ങനെ ഇതിലും ഇട്ടു.
എന്നിട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെയും വൈകിട്ടും നെബുലൈസ് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനും ചുമച്ച് അവസാനം ഛർദി കാര്യങ്ങളൊക്കെ വന്ന് കുടൽ വരെ പുറത്ത് വരുന്ന രീതിയിലാണ് ചുമയൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ആവി പിടിക്കുന്ന സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും നോർമലായിട്ട് വരിക. അപ്പോൾ അതേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഇപ്പം ഞാൻ വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ ചിയാ സീഡ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഇതും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. ചിയാ സീഡും കസ്കസും ഒന്നല്ല, രണ്ടും വേറെ വേറെ തന്നെയാണ് കേട്ടോ. കസ്കസ് എന്ന് പറയുന്നത് തുളസി വിതയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ആ ഒരു ബീട്രൂട്ട് സാലഡ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഉറപ്പായിട്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കിച്ചണത്തെ ഏകദേശം പണികളും എല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞാൻ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഇച്ചിരി ബേബിക്കും അതേപോലെ ചെറിയൊരു പാത്രത്തിൽ കൊടുക്കും കേട്ടോ. അമ്മ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് അന്വേഷിക്കും, ചുമ മാറിയോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ശ്വാസം മുട്ടലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേ അപ്പോഴേക്കും എനിക്ക് നെബുലൈസ് ചെയ്യാൻ പോകാനും വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ വലിയൊരു സംഭവം ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു അത്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എൻ്റെ സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിഗ്നേച്ചർ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥന വേണം. ഇതെൻ്റെ സ്വാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹത്തിനും വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നൊരു സംഭവമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും തുടർന്ന് എപ്പോഴും എനിക്ക് വേണം കേട്ടോ. പിന്നെ അതേ നമ്മൾ നെബുലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വെറുതെ ബോറടിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലൊക്കെ നോക്കും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ശരി ഒരു ക്ലിപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ അതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ ഇച്ചിലു ബേബീനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അവൾക്കിങ്ങനെ കൺമഷി ഞാനങ്ങനെ ഒരുപാട് ഉള്ളിലൊന്നും ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് വലുതായല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അവരുടെ കണ്ണിനൊക്കെ അത് ഭയങ്കര കേടാണ്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ മാത്രം ഇങ്ങനെ വാലിട്ട് കൊടുക്കും. കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ആൾ എന്നോട് എന്തോ പിണങ്ങിയിട്ട് ഇതേ നിൽക്കണം അപ്പുറത്തേക്ക് പോയിട്ട്. പിന്നെ അത് കഴിയും വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ ടിഫിൻ ബോക്സ് കാണിക്കുമോ എന്നുള്ളത്. എത്ര കഴിക്കുന്നില്ലേ, വേസ്റ്റ് ആക്കുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാണെന്നുള്ളത് എനിക്കറിയാം. വലിയ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരുകയും ചെയ്യും. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയും നല്ല വിശക്കണു, എനിക്ക് തികഞ്ഞില്ല എന്ന് പറയും. സംഭവം ടിഫിൻ ബോക്സ് ഭയങ്കര ചെറുതാണ്. അതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റും ചെറുതാണ്. മെയിൻ ഫുഡ് നമ്മൾ കുറച്ചേ കൊടുക്കുള്ളൂ. ബാക്കി ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് 5 പേർക്കും കഴിക്കുന്ന പോലെ ആയിരിക്കും കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും. അതുപോലെ കുക്കുമ്പറൊക്കെ വെറും ഒരെണ്ണമായിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ അവർ വന്നിട്ട് ഹേസു ചിലപ്പോൾ കരഞ്ഞോണ്ടേ ആയിരിക്കും കേട്ടോ വരിക. ഇത് വന്നിട്ട് നമ്മുടെ ഹേസുവിൻ്റെ ആണ്. ആക്ച്വലി അവൻ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ട്. സാലഡ് പൊതുവെ എല്ലാ കുട്ടികളും കുറച്ചേ കഴിക്കുള്ളൂ. വലിയ കുട്ടികളൊക്കെ കഴിക്കും. ഇവർ അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചുച്ചുക്കുട്ടി എന്താ പറയുക പച്ചക്കറി വിരോധിയാണ്. പക്ഷേ ഞാൻ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കഴിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ടിഫിൻ ബോക്സ് എല്ലാം കഴുകിയിട്ട് ടിഫിൻ ബോക്സ് ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സ് ഉപയോഗിക്കുന്ന നല്ല ബുദ്ധിമുട്ട്. നമ്മൾ കഴുകുന്നത് നന്നായിട്ട് കഴുകണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വാഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ഇതുപോലെ കമഴ്ത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് റെഡ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ റെഡ് ഡ്രസ്സ് കൊടുത്തു വിടണം, റെഡ് ഫുഡ് കൊടുത്തു വിടണം. അവരുടെ സ്കൂളിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാനതെല്ലാം ഒന്നും പാലിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ ഈ സർപ്ലക്സ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. 90 രൂപയാണ് ഈ ടോപ്പിനൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് വേണം കേട്ടോ. എൻ്റെ അങ്ങനെ ഡ്രസ്സുകളൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾക്ക് പൈസ കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ കസിനാണ് പറഞ്ഞത്, നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടുന്നത്, ആ ഷോപ്പിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നിനക്ക് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് അത്രയും വലിയൊരു റിസ്ക് ഉണ്ടാവില്ലല്ലോ ആ ഷോപ്പിൽ പോയി എടുക്കുന്നതാണ്. അത് എനിക്ക് ഓർമ്മ വന്നപ്പോൾ നമ്മൾ അവിടെ പോയിട്ട്
എല്ലാവർക്കും സാധാരണ ഇടുന്ന പോലെ 90 രൂപയുടെ ബനിയനും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ വൈകുന്നേരം നെബുലൈസ് ചെയ്യണമല്ലോ. അങ്ങനെ നെബുലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പോവാണ്. റനക്കുട്ടിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. റനക്കുട്ടീനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയി ഫസ്റ്റ് നമ്മൾ പോയി എൻ്റെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മുടെ കിറ്റിൻ്റെ പരിപാടികളുണ്ടല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് ആ ഷോപ്പിലേക്ക് അങ്ങനെ പോയി സാധനങ്ങളൊക്കെ നോക്കി അവിടെ ഓർഡർ കൊടുത്തു. പിന്നെ രാത്രിയാണ് കിട്ടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വന്ന് പിന്നെ രാത്രി എത്ര മണിയായിന്നറിയോ, അതിന് ശേഷമാണ് ഞാൻ പിന്നെ ലുലുവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഈ സാധനം എത്താനും വേണ്ടിയിട്ട്. പിന്നെ 11:30ക്ക് അങ്ങനെ പണി തുടങ്ങി. നമ്മൾ ഉറങ്ങാനും വേണ്ടിയിട്ട് ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അട്ടപ്പെട്ടികളൊക്കെ ഇങ്ങനെ ഒട്ടിക്കണം. അതൊക്കെ അത്യാവശ്യം നല്ല പാടുള്ള പണിയാണ് കേട്ടോ. താഴെയൊക്കെ ഒട്ടിച്ച് അതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ എന്താ പറയുക, അട്ടപ്പെട്ടി മുകളിൽ ഒട്ടിച്ച് അഡ്രസ്സുകളൊക്കെ എഴുതിയിട്ട് അങ്ങനെ കൊടുക്കണം. പിന്നെ ഇവിടെ നേരിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്ന് അർഹതപ്പെട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും പറ്റൂല കേട്ടോ. പറ്റുന്നത്ര നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത്ര നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ ഇൻഷാ അല്ലാ. അങ്ങനെ ഇത് വന്നിട്ട് ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി എടുത്തിട്ട് അട്ടപ്പെട്ടി റെഡി ആയി കഴിഞ്ഞാൽ അട്ടപ്പെട്ടിയിൽ ഇടാനും വേണ്ടിയിട്ടാണ്. പിന്നെ മറക്കണ്ട, നമ്മൾ ബാൻസുവിൻ്റെ ക്ലാസ് പറഞ്ഞില്ലേ, ഫ്രീ അല്ലേ, ആ ഒരു ഡെമോ ജസ്റ്റ് മക്കൾക്ക് കൊടുത്തു നോക്കി കിട്ടാം. നല്ല ഉപകാരമാവും എന്തായാലും. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ട്രിക്കാണ് കേട്ടോ ഒരു മാത്സ് പഠിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നത്. ഞാൻ ലിങ്ക് പിൻഡ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, കയറി നോക്കി കിട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.